സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് താണ്ട് നമ്മൾ മറ്റേ സ്കൂൾ പോയി റണ്ണവൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇത് വേറെ എസ്കേപ്പിംഗ് ആണ്. വേറെ എസ്കേപ്പിംഗ് പറയുമ്പോൾ റൂഫ് ടോപ്പ് അല്ലാതെ ഇനി വേറെ എസ്കേപ്പിംഗ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകേണ്ടത്. ഏതാ വെച്ചാൽ ഗേറ്റ് എസ്കേപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടാണ് പോയാലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റോറി പറയേണ്ട നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലുണ്ട്. ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എല്ലാതും പെട്ടെന്നൊന്നും ഇവിടെ തപ്പിക്കാണ്ട് നമ്മളെ പരിപാടിയിലോട്ടാണ് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ഇവിടെയൊക്കെ തപ്പിക്കാണ്ട് PC ഒന്ന് ഓണാക്കിയിട്ടേക്കാം. നമ്മൾ ഇന്നലെ ചെയ്ത പോലെ നമ്മളിനി സ്ലോ ആവില്ല, നമ്മളിനി സ്പീഡിൽ വലിയത് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ PC ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണാക്കിയത് ആ നേരം കൊണ്ട് നമുക്ക് ഈ ഭാഗത്തുള്ള ഈ ഷെൽഫൊന്ന് തുറന്നേക്കാം. കാരണം എല്ലാത്തിനും സ്പീഡായിരിക്കണം. ഓക്കെ, അതാണ് ഇനി നമ്മൾ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ നമ്മൾ PC ഓണായിട്ടുണ്ട്. നമ്മൾ പാസ്വേഡൊക്കെ വേണം അടിച്ച കണ്ട് തന്നെ നമുക്കിത് തുടങ്ങാം. ആൻഡ്രിയോ 2002 ഓക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെയും കൊടുത്ത് നമ്മൾ ഇമെയിൽ നോക്കി ഡാഡിന് ഒരു ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീപ്പിംഗ് മോഡിൽ ഇടാൻ മറക്കരുത്. സ്ലീപ്പിംഗ് മോഡിൽ ഇടാതെ പോയിക്കാണ്ടാണ് ഇനി നമ്മൾ PC ഓണാക്കിയിടണ തെറ്റ് നമ്മൾ ആവർത്തിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഡാഡ് പോയിട്ടുണ്ട്. ഇനി ലൈറ്റ് ഇട്ട് അങ്ങോട്ടൊക്കെ തപ്പണം. ഫസ്റ്റ് ഷെൽഫിലൊന്നുമില്ല, രണ്ടാമത്തിലൊന്നുമില്ല. എടേ മേലത്തിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവേണ്ടതാണ്. അവിടെ താഴ്ത്തൂല്ലേ? അവിടെ താഴ്ത്തു ഒറ്റൊരു സാധനവും ഇല്ലടാ. എടാ അതാണ് ബൾബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിത് വേഗം ഓഫ് ആക്കിയാണ്ട് ഇവിടുന്ന് പോവാം. വാതിലടച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് നമ്മളെ ബെല്ലടിച്ചിട്ട് ബെല്ലടിച്ചിട്ട് ഓക്കെ വെയിലും മിനിറ്റ് ഇനിയിപ്പോൾ അതള്ള അങ്ങോട്ട് പോകും. ആ നേരം നമുക്ക് കിച്ചണ് പോയിക്കാണ്ട് സ്മോക്ക് സ്ക്രീനും ഉണ്ടാക്കാം. അതിൻ്റെ അടുത്തുള്ള ഷെൽഫുകളൊക്കെ ഒന്ന് തുറന്നിടാം. ഓക്കെ പോയിട്ടുണ്ട്. വേഗം പോ. ഓക്കെ, സ്മോക്ക് സ്ക്രീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഷെൽഫിലൊന്നും കാണാനില്ല കേട്ടോ. ഇനി അടിയത്തെ ഷെൽഫിൽ എന്തെങ്കിലും ഇതിൽ മൂന്നിലും ഇല്ല. ഫൂളിഷ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓ മൈ ഗാഡ്, ഇപ്പോൾ ഓഫാക്കി അവിടെ ഓഫാക്കടാ. ഓക്കെ ഇതിലുള്ള മെയിൻ പ്രശ്നം എവിടെയെങ്കിലും ആ സാധനത്തിൽ ടച്ച് കിട്ടില്ല. അതാണ് ഒരു ചടപ്പ് ഇതിൽ. ഓക്കെ, അപ്പോൾ അത് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്മോക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനാല തുറന്നിടും. അപ്പോൾ ആ സാധനത്തിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഫോൺ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ടാണ്ട് നമ്മളെ ഈ ഷെൽഫ് TVൻ്റെ അടുത്തുള്ള ഈ ഷെൽഫൊക്കെ ഒന്ന് തുറന്നു നോക്കാം. എടാ ഒന്നുമില്ലേ? ഈ അടിയത്തെ ഷെൽഫിലല്ല, TVൻ്റെ അടുത്ത ഷെൽഫിലൊന്നുമില്ല പറയുമ്പോൾ കഷ്ടമാണ് കേട്ടോ. ഗെയിം ഉണ്ടാക്കിയാൽ നമ്മൾ മുമ്പിച്ച് തോന്നണം കേട്ടോ. ഇത്രയും ചെക്ക് ചെയ്തിട്ട് ആകെ കിട്ടിയത് ബൾബ്. നമുക്കിനി ബാത്റൂമിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ആദ്യം തന്നെ വാഷിംഗ് മെഷീനിൽ നമ്മൾ സർഫ് ഇടാം. വേസ്റ്റും ബാസ്ക്കറ്റിൽ ഓക്കെ ആൻറ്റി ഫാറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ആൻറ്റി ഫാറ്റ് നമ്മൾ കോഡ് അടിച്ചുന്ന സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യാനുള്ള സാധനമാണിത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഇടയിൽ ഒരു കീ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ആവശ്യമാണ്. കാരണം നമ്മൾക്ക് ബൾബ് ഇടാൻ ആ റൂമിലുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ റൂമിലുള്ള ചാവി കിട്ടിയാലും മതി. ഓക്കെ, ടീം എത്തുക. നമ്മൾ ഫുട്ബോളിന് പറ്റിയത്തേക്ക് പറയുന്നുണ്ട്. ഇയാൾക്ക് ഏത് നേരം ഫുട്ബോൾ കാണാനാണ് പണി. ഇന്ന് ലീവാണ് തോന്നുന്നു, അതാണ് ഇന്ന് ഫുട്ബോളിൻ്റെ ഇതിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വാപ്പാൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. റൂമിൽ ബാറ്ററിയൊക്കെ ആർക്കും വേണം. നമുക്ക് ചാർജർ ചാർജറും പിന്നെ തുണിയും വേണ്ട. ഓക്കെ, ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഈ ഫ്ലവർ ഇവിടെ ഇടുക, നിലത്ത് കെട്ടിട്ട് ആ ഫ്ലവർ എടുക്കുക. ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഈ ബോട്ടിൽ അതിന്ന് അത് ചാവി നിലത്ത് കിട്ടാണ്ട് ഫ്ലവർ വെച്ചകാണ്ട് നമ്മളെ ഷെൽഫിൽ ഒളിച്ചിക്കുക. ഇതാണ് ഇവിടുത്തെ ട്രിക്ക്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേഗം ഫ്ലവർ വെക്കാനും പറ്റും. ചാവി മൂണിയിൽ നമ്മൾ പൊടിച്ചില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. യെസ് അങ്ങനെ നോട്ട് റൈറ്റ്. കണ്ട ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ആ റൂമിൻ്റെ ചാവി കിട്ടിയിട്ടുണ്ട്. ചാവി ഉണ്ട്, നമ്മുടെ അടുത്ത് ബൾബും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് ചെയ്യണ്ട. ഇപ്പോൾ ഏതായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ചെടി എനിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ നേരം നമുക്ക് വേഗം ഈ ഷെൽഫൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടാ. ഓക്കെ, നമുക്ക് വാപ്പാക്ക് മൂത്രേച്ച മുട്ടിയിട്ടുണ്ട് തോന്നുന്നു. അവിടെ അങ്ങോട്ട് പോണ്ട, നമുക്ക് പുറത്ത് പോയി വിളിച്ചേക്കാം. മൂത്രേച്ച മുട്ടിയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ട്. ആ റൂമിലേക്ക് പോയാൽ പിന്നെ അപ്പം തന്നെ ആ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ കാണും നെയിൽസ് കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്.
നീ റമ്മും കൂടി ഒന്ന് നോക്കണം. അതുകൊണ്ട് എന്ത് സുഖം തോന്നണു അതിന്. മൂത്രമൊഴിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നു. അതുകൊണ്ട് അവൾക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വെള്ളം നനച്ചാണ്ട് വെള്ളം നനക്കലടാ പൊട്ടാ ചെടി നനക്കുക. എന്ത് ചെയ്യാനാ. ചെടി നനച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴൊന്നും ചെടി നനക്കാൻ വരില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഈ പൈപ്പ് എടുത്തുകൊണ്ട് നമുക്ക് റമ്മൊന്ന് ഫുള്ളാക്കുക വെള്ളം. അപ്പോൾ അതിലെന്തെങ്കിലും നല്ലതുണ്ടായാൽ മതിനോ. ചാർജർ ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലും വെള്ളം നനച്ചാണ്ട് ചാർജർ കൊണ്ടുവരുമോ? അല്ലോ ആകെ ഉണ്ടെങ്കിൽ വിറ്റാവും മോനെ. ഇതിലെത്തായി അത് വേണ്ടെങ്കിൽ. അപ്പോൾ ഇറച്ചി കഷ്ണം കൊണ്ട് കാര്യമില്ല. കാരണം അത് ഇതാണ് തടിയാണ് അവിടെ. അപ്പോൾ ഈ തടി ഇവിടെ കോണി മക്കളാണ്. അപ്പോൾ ഈ വെള്ളം നിന്നിട്ട് കാര്യമില്ലടാ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇവിടെ തന്നെ കൊണ്ടുവച്ചേക്കാണ്ട്. കാരണം അതിൽ അതിലും തടിയാടാ. എന്ത് കഷ്ടമാണിത്. ഇനി നമുക്ക് നല്ല പണിയൊക്കെ ആയിട്ട് തോന്നുന്നു. കാരണം അതിലും തടി തന്നെയാണ്. അപ്പോൾ റമ്മത്തെ പ്രതീക്ഷ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൂമൊന്ന് തുറന്നു നോക്കാം. ആ റൂമിൽ എന്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. നമ്മളെ ഗേറ്റ് എസ്കേപ്പിങ്ങിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് മെല്ലെ സ്നീക്ക് ചെയ്ത് കണ്ട് ആദ്യം ഈ റൂമത്തെ ലോക്ക് തുറന്നിട്ട് ഈ ബൾബ് ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്തില്ലേ ഫിറ്റ് ചെയ്യടാ. ഓക്കെ, ഫിറ്റും ചെയ്ത് ലൈറ്റ് ഇട്ട് ഈ ആൻറ്റി ഫാറ്റ് നമ്മൾ കോഡിൻ്റെ അവിടെ അടിച്ചിട്ടുണ്ട്. ഇനി ഈ തുണി എടുത്തുകൊണ്ട് അവിടെ വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ മതി. ഹാമറാ എടാ, എന്തിനാടാ ഇതൊക്കെ? നമുക്ക് ആവശ്യമില്ല ഹാമറ്. ഓക്കെ, നമ്മൾ ആ സാധനം തുറക്കാനുള്ള കീ ഈ ബാത്റൂമിലുണ്ട്. അത് ഓർത്തെക്കണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എടുക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ബാത്റൂമിൽ പോവാം. ഓക്കെ, ലൈറ്റ് ഇട്ടുണ്ട്. നമുക്ക് ബാത്റൂമത്തെ ഈ വാഷിംഗ് മെഷീനിൽ നമുക്കിതൊന്ന് തിരിച്ചേക്കാട്ടാം. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല വിശ്വസിക്കുന്നു. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയാണ്ട് ആദ്യം തന്നെ വെച്ചേക്കാം. കാരണം അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവണ്ടല്ലോ. ഇതിലെന്തെങ്കിലും ഉണ്ടോ? എടാ, ഒന്നുമില്ലടാ. നമുക്കിനി ചാർജറാണ് ആവശ്യം. ഈ ചാർജറും കൂടിയും കിട്ടിയാൽ നമ്മൾ എസ്കേപ്പിനുള്ള അത്യാവശ്യം ഫുള്ളായി തോന്നണം. എടാ വിട്ട് എടാ എടുക്കടാ. ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒളിച്ച് കേട്ടാ. വാഷിംഗ് മെഷീന് തുറന്നക്കാണ്ട് തന്നെ ഉണ്ടേനാ. ഓക്കെ, തുറന്നാണ്ട് തന്നെ ഒന്ന് വിശ്വസിക്കണം. ഇല്ല ഒരു പ്രശ്നമില്ല. ഞങ്ങളിവിടെ ഒന്നും കണ്ടിട്ടില്ല. യെസ് അപ്പോൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെല്ലെ ഒന്ന് അടച്ചിട്ട് ഓക്കെ പോയിട്ടുണ്ട്. ഈ തുണി നമുക്ക് അവിടെ യൂസ് ചെയ്യാനാണ്. അതിൻ്റെ മുമ്പ് ഇവിടെ ഒന്നും കൂടി നോക്കണം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും മിസ് ചെയ്തോ? അല്ല ഇത് മിസ് ചെയ്തു. ഏതാ അറിയോ? റൂബിക്സ് ക്യൂബിൻ്റെ അത് വെള്ളയാണ്. നമ്മളത് വെള്ളം ഓർത്തിട്ട് നമ്മളെ റൂമിലുണ്ട് റൂബിക്സ് ക്യൂബ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇത് ചെയ്തിട്ടില്ല എന്നാണോ. അതുകൊണ്ട് നമ്മൾ ഈ വെള്ള പാർട്ടൊന്ന് നടുവത്തെ ഇത് വെള്ളയാണ്. അതൊന്ന് ഓർത്തെക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓർത്തെക്കുക. എന്നിട്ട് നമ്മളിവിടെ അടിച്ചിടുക. ഓക്കെ, നമ്മളത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഇതിൻ്റെ ഉള്ളിൽ കീയോ? ഓക്കെ, കാർ കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാറിൻ്റെ ഡിക്ക് തുറക്കാനുള്ള കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളമ്മ വീണ്ടും ചെടി നനക്കാൻ പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രശ്നമില്ല തോന്നുന്നു. അപ്പോൾ ഡിക്ക് തുറക്കാൻ ഇനി ആ തള്ള അവിടെ നിന്ന് പോകണം. കിച്ചണിക്ക് എത്തണം. എന്നാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കിട്ടേണ്ടത് ഡിക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇത് കിട്ടിയാൽ മതിനോ, ചാർജർ കിട്ടിയാൽ മതിനോ. ചാർജർ കിട്ടിയാൽ ഗേറ്റിൻ്റെ കോഡിനുള്ളിൽ കിട്ടും കേട്ടോ ചാർജർ കിട്ടിയാൽ. അതുകൊണ്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ അടിച്ചത് തുടച്ചിട്ടിട്ടുണ്ട്. ഇനി അത് ഓണാക്കിയാണ്ട് ഗേറ്റ് ഓപ്പൺ ആക്കിയാലും മതി. അതുകൊണ്ട് നമുക്ക് ഈ ഫാനിൻ്റെ ഇതാണ് കേട്ടോ ഇവിടുത്തത് കിട്ടേണ്ടത്. 4-1-3 ഓക്കെ 1-3-4 അത് നമുക്ക് ഓർത്താക്കണം കേട്ടോ. നമുക്ക് കാറിൻ്റെ അവിടേക്ക് പോവാം ഡിക്ക് തുറക്കാൻ. ഈ ഫാനിൻ്റെ അത് നിങ്ങൾ ഗേറ്റ് എസ്കേപ്പിങ്ങാണ് നോക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തൊക്കെ ഫാനിൻ്റെ അത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലാപ്ടോപ്പിൽ ഒന്ന് അടിച്ചേണ്ടി വരും. ഓക്കെ, കിളവന് മൂത്രമൊഴിച്ചാൽ മുട്ടിയിട്ടുണ്ട്. നേരെ നമുക്കിത് ഓപ്പൺ ആക്കി വെക്കാം. എടാ സ്ക്രൂ ഡ്രൈവറാ. ഈ സ്ക്രൂ ഡ്രൈവർ ഓക്കെ. അയാൾ ഇനി അങ്ങോട്ട് വരും തോന്നുന്നു. എന്തോ ശബ്ദം കേട്ടാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അവിടെ ഒത്തും കാട്ടിയില്ല. ഇല്ലേ നമ്മൾ ഇതാക്കെ അവിടുന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അവിടേക്ക് പോയി തോന്നണോ. നേരം നമുക്ക് സ്ക്രൂ ഡ്രൈവർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യട്ടാ. 4 ഭാഗത്ത് നമ്മളത് ഇതാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കിട്ടണില്ല, ഡാർക്കാണെന്നാണ് പറയേണ്ടത്. ഓക്കെ, ലൈറ്റ് ഇട്ട് കണ്ടാക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡാർക്ക് അറിയും. റാസ്കലാ നമ്മളെന്താ കാട്ടി? ഇല്ലേ ഞാൻ നിരപരാധിയാണ്.
കിളവൻ പോയെ. അവിടെ വന്നട കിളവൻ വന്നു. അന്തോ എവിടെയാ പോയും ചെയ്താ എടേ നമ്മളപ്പോൾ കഷ്ടപ്പെട്ട് ഒളിച്ചിരുന്നത് ഭാഗ്യമായി. എടാ കിളവന്ന് നോക്കിപ്പോയടാ ഭാഗ്യണ്ടിട്ടാ. ഓക്കെ അയാൾ പോയി വന്നു. നമുക്ക് ഇവിടെ നിന്ന് ആ റൂമിലേക്ക് പോവാം ഈ ചാവി യൂസ് ചെയ്യാൻ. ഇനി ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടാടെ, അല്ലെങ്കിൽ ഇനി മൂത്രശാൻ വരുമ്പോൾ ലൈറ്റ് ഓണാക്കി ഇറങ്ങാണ്ട് ചൂടാവും. ഓക്കെ നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് യാടാ എന്ത് പരിപാടിയാടാ അത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയ, നമ്മൾ മറ്റേ റൂബിക്സ് ക്യൂബ് തുറന്നങ്ങാണ്ട് കിട്ടിയത് കാർക്കീൻ്റെ ഡിക്ക് തുറന്നങ്ങാണ്ട് കിട്ടിയത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ ആ സാധനം തുറന്നപ്പോൾ ചാവി കൊണ്ട് നമ്മൾ ഈ സാധനം തുറന്നപ്പോൾ കണ്ട സ്ലീപ്പിംഗ് പില്ല്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും കണ്ടാൽ അപ്ഡേറ്റ് ചെയ്യട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ കിളവനൊന്ന് ഉറക്കിയപ്പോൾ കണ്ട ഈ മേശൻ്റെ അടിയിലുണ്ടായിനടാ, ഈ ടേബിളിൻ്റെ അടിയുണ്ടായിനു. ഓക്കെ ചാർജർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാപ്ടോപ്പിൽ ചാർജർ കുത്തിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് അറിയണ്ട് എത്തണപ്പോൾ അത് ഗനഡി ഫാനായിരുന്നു. ഫാന് നമുക്ക് 1 3 4 അടിച്ചു നോക്കാം. ഇനി 1 3 4 അല്ലെങ്കിൽ 1 4 3 അടിച്ചു നോക്കാം. ഇനി 1 4 3 അല്ലെങ്കിൽ 3 1 4 അടിച്ചു നോക്കാം. 3 4 1 അല്ല 3 1 4 അല്ലെങ്കിൽ 3 4 1 അടിച്ചു നോക്കാം. 4 1 അല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് 4 3 അല്ല 1 3 അടിച്ചു നോക്കാം. അതുമല്ലേ ഇനി ലാസ്റ്റത്തെ ഓപ്ഷനാണ് 4 1 3. എടാ അതുമല്ലേ. ഓക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. അൺലോക്കിൽ നമുക്ക് ഇതിൽ പോയി നോക്കുമ്പോൾ 54 84 കോഡ് അറിയണ്ട്. ഗേറ്റിൻ്റെ കോഡ് അറിയണ്ട് 54 84. അപ്പോൾ നമുക്കിത് ആ കോഡിൻ്റെ അവിടെ പോയി അടിച്ചാണ് കേട്ടോ. അതിന് മുമ്പ് ആദ്യം നമുക്ക് നമുക്ക് ബെല്ലടിച്ച് അങ്ങോട്ട് അവിടെ കൊണ്ടുപോകണം. അതിൻ്റെ മുമ്പ് ഇതിവിടെ ഓക്കെ പോവാണ്, വെള്ളം നനക്കാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഗേറ്റ് അടിച്ചാണ്ട് ഇതാക്കട്ടോ. അപ്പോൾ കുഴപ്പമില്ല. ഇത് പോയിട്ട് ഓണാക്കിയിട്ട് 54 84 എൻ്റർ മെയിൻ ഗേറ്റ് ഓപ്പണാക്കിയിട്ടുണ്ട്. ബാക്ക് അടിച്ചിട്ട് ഓക്കെ നമ്മൾ വാപ്പ വരുന്നുണ്ട്. ബാക്കിൽ തൊട്ട് ബാക്കിൽ തന്നെ വാപ്പ വരുന്നുണ്ടാ. വിട്ട് അതങ്ങനെ അപ്പത്തെ കാട്ടണ്ടി. ഇയാൾ ബാക്കിലുണ്ടല്ലോ. പിടിച്ചടാ അതെങ്ങനെ നീ കാട്ടണ്ടി. പണിയും തന്നാ. അപ്പോൾ ഇനി ഈ പണി ഒന്ന് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും പഠന പ്രവർത്തിയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് കറക്കിയിട്ടൊന്നും ഉണ്ടാവുക. ബെല്ലടിച്ചിട്ടുണ്ട്. ലോസ് എത്തിക്ക് പറയണ്ട, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ ബെല്ലടിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട്. ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കട്ടാ. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കറക്കാം. ഇതിൽ കൂടെ പോയിട്ട് നമ്മൾ എത്തിയവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതൊന്ന് കറക്കട്ടെട്ടാ. എടാ ഗേറ്റ് അടക്കാനെടാ. That's quite big. Impressive. അടച്ചോനെ കിട്ട് വിചാരിച്ചു. എൻ്റെ തൊട്ട് ബാക്കില് ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിരുന്നു അത്. അതും കൂടി പിടിച്ചക്കണെങ്കിൽ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എസ്കേപ്പും കൂടിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ നമുക്ക് വേറെ എസ്കേപ്പിൽ വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.